എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ബിസിനസ് ചെയ്യുമ്പോൾ സമാധാനം വേണം അല്ലേ? അതിൽ ഏറ്റവും കൂടുതൽ സമാധാനം കെടുത്തുന്ന ഒരു കാര്യമാണ് പല നിയമക്കുരുക്കുകളിൽ ബിസിനസ് ചെന്ന് പെടുമ്പോൾ. അപ്പോൾ എങ്ങനെ ഈ നിയമക്കുരുക്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ലീഗൽ കോൺഫ്ലിക്റ്റുകളൊക്കെ ഒഴിവാക്കി ബിസിനസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. പല റിസർച്ചുകളും കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും ബിസിനസ് ഫെയിലിയർ ആവുന്നതിൽ മുഖ്യ കാരണമായിട്ട് കണ്ടെത്തിയിരിക്കുന്നതും വ്യക്തമായ നിയമസാധ്യതകൾ ഉൾക്കൊള്ളാതെ അല്ലെങ്കിൽ ലീഗൽ അസിസ്റ്റൻസ് പ്രോപ്പറായി എടുക്കാതെ ബിസിനസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത്. 5 പ്രധാനപ്പെട്ട ലീഗൽ കോൺഫ്ലിക്റ്റുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാധാരണയായി ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നതും ഈ 5 കാര്യങ്ങൾ തന്നെയാണ്. ഒന്നാമത്തത് ഇൻകോർപ്പറേഷൻ അഥവാ ബിസിനസ് സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന പിഴവുകളാണ്. എന്താണ് ഈ ഇൻകോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഏത് ഘടനയാണ് ബിസിനസ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ ബിസിനസ്സിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ട്രക്ചർ എന്താണ്, എന്ത് തരം ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ എന്ത് തരം കോൺസ്റ്റിറ്റ്യൂഷനാണ് ആ ബിസിനസ് ഫോളോ ചെയ്യേണ്ടത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഉണ്ടാവുക, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് LLP എന്ന് പറയുന്ന ഒരു ഘടനയുണ്ട്, 1 പേഴ്സൺ കമ്പനി OPC എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുണ്ട്. ഇതുപോലെ പല സ്ട്രക്ചറുണ്ട്. ഇതിൽ ഏത് സ്ട്രക്ചർ ഫോളോ ചെയ്യണം? കാരണം ചില ഓർഗനൈസേഷൻ്റെ ആ മെത്തേഡിന് അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുയോജ്യമായ ഘടനയല്ല എങ്കിൽ പലതരത്തിലുള്ള ലീഗൽ ഇഷ്യൂകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, മറ്റുള്ളവരിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുക, ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ അനുയോജ്യമായ ഘടനയല്ല തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ സമയങ്ങളിൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ഇങ്ങനെ ഒരു ഇൻകോർപ്പറേഷൻ, ഒരു കമ്പനി തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ലീഗൽ ഇഷ്യൂസാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ സംസാരിച്ചത്, അത് ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നുള്ള കറക്റ്റായി സെലക്ട് ചെയ്യണമെന്ന്. 2, ചൂസിങ് ദ റൈറ്റ് പാർട്ട്ണർ ഓർ ഡയറക്ടർ ഓർ കോ ഫൗണ്ടർ. ഇത് നമ്മൾ ഈ ഒന്നാമത്തെ പോയിൻറ്റിൻ്റെ തന്നെ സബ് പോയിൻ്റാണ് കേട്ടോ പറയുന്നത്. കാരണം നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്തൊരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോഴോ കൂടെ ഒരു ഡയറക്ടറിനെയോ കോ ഫൗണ്ടറെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ആളുകളെ പറ്റി വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം, അവരുമായിട്ട് കറക്റ്റായിട്ടുള്ള ധാരണാപത്രം ഉണ്ടാവണം. കാരണം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം, സുഹൃത്തുക്കൾ, റിലേറ്റീവ്സ് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പാർട്ട്നേഴ്സായിട്ട് വയ്ക്കും. പിന്നീട് അത് അവർ തമ്മിൽ കണ്ടാൻ വേണ്ടില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു, വലിയ ഇഷ്യൂകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെയാണ് വ്യക്തമായ ഡോക്യുമെൻറ്റേഷൻ്റെ രണ്ടാമത്തെ ആവശ്യം. പിന്നെ ഈ പാർട്ട്നേഴ്സിനെയോ ഡയറക്ടേഴ്സിനെയോ കോംഫൗണ്ടേഴ്സൊക്കെ ആയിട്ട് ക്ലിയർ എഗ്രിമെൻറ്റ്, മറ്റേ നേരത്തെ സെലക്ഷൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഇവരുമായിട്ട് ഓരോ കാര്യങ്ങൾക്കും നാളെ നമ്മൾ ഇതിൽ നിന്ന് പിരിയുവാണെങ്കിൽ എങ്ങനെയായിരിക്കണം പിരിയേണ്ടതെന്ന് വരെ വ്യക്തമായിട്ടുള്ള എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. കാരണം സുവർണ്ണ ലിപികളിൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ എഴുതി വെക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എവരി സെയിൽ മസ്റ്റ് ബി ഗവേൺഡ് ബൈ എ വെൽ റിട്ടൺ കോൺട്രാക്റ്റ്. ഈ സെയിൽ എന്ന് പറയുന്ന വാക്കോട് ഉദ്ദേശിക്കുന്നത് പാർട്ട്ണറെയോ എംപ്ലോയീസിനെയോ അല്ലെങ്കിൽ ഇനി ആക്ച്വൽ സെയിൽ തന്നെയായിരിക്കും, എന്ത് തന്നെ ആയിക്കോട്ടെ, വെൽ റിട്ടൺ കോൺട്രാക്റ്റ്. ആ ഡോണ്ട് ജസ്റ്റ് ഇങ്കിറ്റ് എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കുക. എന്ന് പറഞ്ഞാൽ എഴുതി കുറിക്കുക, എഴുതി വെച്ചിട്ടുള്ള കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നത്തെപ്പറ്റി നമ്മൾ സംസാരിച്ചു, ഒന്നാമത്തെ ലീഗലായിട്ടുള്ള കോൺഫ്ലിക്റ്റിൻ്റെ സാധ്യതകളെ എങ്ങനെ മറികടക്കണം. രണ്ടാമത്തെ കാര്യം, പ്രോബ്ലം വിത്ത് എംപ്ലോയീസ്. പല ഓർഗനൈസേഷനും സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ ജോലിക്കൊക്കെ ആളെ വയ്ക്കുന്നു, എല്ലാ സൗകര്യങ്ങളും ഫെസിലിറ്റികളും ഒക്കെ കൊടുക്കുന്നു, പലരും അത് ദുരുപയോഗം ചെയ്യണോ, അവസാനം വരുമ്പോൾ നമ്മുടെ എംപ്ലോയീസ് നമ്മുടെ ശത്രുക്കളായി മാറുന്നു, നമ്മുടെ കോമ്പറ്റീറ്ററായി മാറുന്നു. ഇവിടെ ഇതിനെ മറികടക്കാനുള്ള ഒന്നാമത്തെ ഉപാധി നോ വെർബൽ എംപ്ലോയ്മെൻറ്റ് എന്നുള്ള തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. പല കമ്പനികളിലും സംഭവിക്കുന്നത്, ഇൻ്റർവ്യൂ പ്രക്രിയയുടെ ഇടയിൽ ഭയങ്കര സ്നേഹമാവുന്നു, തൊഴിലാളിയും മുതലാളിയും തമ്മിൽ നാളെ തന്നെ ജോലിക്ക് കയറിക്കുമെന്ന് പറയുന്നു, ഒരു കോൺട്രാക്റ്റും ഇല്ല, ഒരു എംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷനും ഇല്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് പലരും മറന്നു പോകുന്നു, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ ഇഷ്യൂസൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഇവിടെയാണ് ഓഫർ ലെറ്റർ, അപ്പോയിൻമെൻറ്റ് ലെറ്റർ, എഗ്രിമെൻറ്റ്, നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ്, ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ ഭംഗിയായിട്ട് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ വരികയാണെങ്കിൽ പിന്നീട് എംപ്ലോയി ഒരിക്കലും നമ്മുടെ ശത്രുവായി മാറാതെ ക്ലിയറായിട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവും. 2, അവരുമായിട്ട് കറക്റ്റ്ലി ഡ്രാഫ്റ്റഡ് എഗ്രിമെൻറ്റുകൾ തന്നെ വെക്കണം. എഗ്രിമെൻറ്റിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കേണ്ട ചില പ്രധാന പോയിൻറ്റുകളുണ്ട്. നോട്ടീസ് പീരീഡ്, ടെർമിനേഷൻ, നോൺ കോമ്പീറ്റ് ക്ലോസ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ. ഇതാണ് ഈ നോട്ടീസ് പീരീഡ് എന്നൊക്കെ പറയുന്നത്. മിനിമം 1 മാസം അല്ലെങ്കിൽ 2 മാസം 3 മാസം ഇത്ര സമയം നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടേ നിങ്ങൾ കൺഫേം ആയ എംപ്ലോയിക്ക് പിരിഞ്ഞു പോകാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇവിടുന്ന് പിരിച്ചു വിടുവാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ വ്യക്തമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ നാളെ ജോലി കിട്ടി ഇവിടെ ഇല്ലാട്ടോ എന്ന് പറഞ്ഞ് പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ ഇതിനൊക്കെ
നല്ല ലീഗൽ അഡ്വൈസറിൻ്റെ സപ്പോർട്ട് എടുത്തുകൊണ്ട് കറക്റ്റായിട്ടുള്ള എഗ്രിമെൻറ്റ് ഉണ്ടാവണം. ടെർമിനേഷൻ ക്ലോസ് ഇതുപോലെ തന്നെ ഒരാളെ പറഞ്ഞു വിടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ ക്ലോസ് അതിലുണ്ടാവണം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നോൺ കോമ്പീറ്റ് ക്ലോസ് ആണ്. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലെ സുപ്രീം കോടതിൻ്റെ ജഡ്ജ്മെൻറ്റ് വരെ വന്നിട്ടുള്ള കാര്യമാണ്. സീനിയർ ലെവലിലുള്ള എംപ്ലോയീസ്, ഒരു കമ്പനിയുടെ നല്ല എല്ലാ സീക്രട്ടുകളും ഐഡിയകളും ഒക്കെ അറിയാവുന്ന എംപ്ലോയീസ് അവരുടെ ഡയറക്റ്റ് കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഒരു കമ്പനിയിൽ 18 മാസം സമയത്തിലേക്ക് പോയി വർക്ക് ചെയ്യാൻ പാടില്ല. ജോലിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 1.5 വർഷം നമ്മുടെ കോമ്പറ്റീറ്റർ പോയി ജോലി ചെയ്യാനുള്ള അവസ്ഥയില്ല എന്ന് അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള നിയമസാധ്യത വരെ നമ്മുടെ നാട്ടിലുണ്ട്. പലർക്കും അറിയാത്ത കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് എഗ്രിമെൻറ്റിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ ലേബർ ലോകൾ ഫോളോ ചെയ്യണം. ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിനും ഫോളോ ചെയ്യേണ്ട സമയത്തിനും എല്ലാം ഇവിടെ വ്യക്തമായ നിയമമുണ്ട്. അത്തരം നിയമസാധ്യതകൾ അതിനെ പറ്റി അറിവുള്ള ആളുകളുടെ സപ്പോർട്ട് എടുത്തുകൊണ്ട് തന്നെ നീങ്ങുക. ഇനി മൂന്നാമത് വരുന്ന കോൺഫ്ലിക്റ്റാണ് ഡാറ്റ ഡിസ്ക്ലോഷർ ആൻഡ് ഡാറ്റ തെഫ്റ്റ്. പല കമ്പനികളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വിലമതിക്കാനാവാത്ത കമ്പനിയുടെ അസറ്റ്, ആൾക്കാർ ഫോൺ കൊണ്ടുപോയതിനും ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോകുന്നു, വണ്ടിയുടെ എന്തെങ്കിലും നഷ്ടപ്പെടുത്തി, ഇതിനൊക്കെ കേസ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിനേക്കാളെല്ലാം വലിയ അസറ്റ് എന്ന് പറയുന്നത് ഓരോ കമ്പനിയുടെ ഡാറ്റകളാണ്. ഈ ഡാറ്റ ഉപയോഗിക്കുന്ന ആളുകളുമായിട്ട് വെക്കേണ്ട NDA നോൺ ഡിസ്ക്ലോസർ എഗ്രിമെൻറ്റ് തീർച്ചയായിട്ടും ഒരു സ്ഥാപനത്തിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ NDA തന്നെയാണ് ഇതിനുള്ള ഏറ്റവും മികച്ച സൊല്യൂഷനും. കാരണം എംപ്ലോയീസ് പല ആളുകളും സ്ഥാപനത്തിലെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഡാറ്റകൾ, കസ്റ്റമർ ഡാറ്റാ ബേസ് ആയിരിക്കും, കമ്പനി ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത പലതരത്തിലുള്ള വിവരങ്ങളും കോമ്പിനേഷനുകളും ഡാറ്റകളും എല്ലാം ഈ എംപ്ലോയീസിൻ്റെ കയ്യിലുണ്ട്. ഇത് അനാവശ്യമായ ഒരു സ്ഥലത്ത് പോയി ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ചാൽ അതിന് നിയമാനുസൃതമായ പിഴവുകൾ അല്ലെങ്കിൽ എന്തൊക്കെ വസ്തുതകൾ അതിലുണ്ടെന്നുള്ളത്, എന്തൊക്കെ പിഴകൾ കിട്ടാനിടയുണ്ട്, ഇതെല്ലാം മനസ്സിലാക്കുന്ന രൂപത്തിൽ NDA തയ്യാറാക്കിയിട്ടുണ്ടാവണം. പിന്നെ ഡിജിറ്റൽ ബിസിനസ് ചെയ്യുന്നവരായിട്ട് നമ്മുടെ കമ്പനിയുടെ ഇപ്പോൾ ആപ്പ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നവർ, സോഫ്റ്റ്വെയർ ചെയ്യുന്നവർ, വെബ്സൈറ്റ് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ കുറേ ഡാറ്റകൾ കമ്പനി പറഞ്ഞു കൊടുക്കണം. ആ പറഞ്ഞു കൊടുക്കുന്ന വിവരങ്ങൾ അവർ അനാവശ്യമായി മറ്റൊരു സ്ഥലത്ത് പോയി ഉപയോഗിച്ചാൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ NDA നോൺ ഡിസ്ക്ലോസർ എഗ്രിമെൻറ്റ് അവിടെയും വെക്കണം. പിന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ പലരും ചെന്ന് പല പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ ബിസിനസ്സിൻ്റെ കഥയും തിരക്കഥയും എല്ലാം കൂടെ അവതരിപ്പിക്കും. അവർ ഇൻവെസ്റ്റ് ചെയ്യുകയില്ല, അവർ പോയിട്ട് വേറെ ആൾക്കാരുമായിട്ട് സമാനമായ പരിപാടികൾ തുടങ്ങും. ഇവിടെയും NDA വെച്ചിട്ടായിരിക്കണം പ്രസൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നോൺ ഡിസ്ക്ലോസർ എഗ്രിമെൻറ്റ് വെക്കേണ്ട ഏരിയകൾ. ഇനി നാലാമത്തെ ലീഗൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ഇടമാണ് പേയ്മെൻറ്റ് ഡിലേ, പേയ്മെൻറ്റ് സ്റ്റക്ക് ഉണ്ടാകുമ്പോൾ. ഇതൊരു മേജർ പ്രോബ്ലമാണ്. പല ബിസിനസ്സുകളും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് പേയ്മെൻറ്റ് ഡിലേസ്. കസ്റ്റമറിൽ നിന്ന് നമ്മുടെ പല വെൻഡേഴ്സിൽ നിന്നൊക്കെ പേയ്മെൻറ്റ് ഡിലേ ഉണ്ടാവണം, നമ്മൾ സ്റ്റക്ക് ആവണം. ഇവിടെ ഒന്നാമത്തെ കാര്യം ഡ്യൂ ഡിലിജൻസ്. ഡ്യൂ ഡിലിജൻസ് എന്ന് പറയുമ്പോൾ എന്താ, പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടായിരിക്കണം ഒരു വെൻഡറിനെ, ഒരു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്ററിനെ ഒക്കെ കൺഫേം ചെയ്യേണ്ടത്. അവരിൽ നിന്ന് ഫണ്ട് കിട്ടും, ഫണ്ട് തരാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ കടം കൊടുക്കുക. 2, ക്ലിയർ എഗ്രിമെൻറ്റ് വിത്ത് വെൻഡേഴ്സ് ഓർ കസ്റ്റമർ. കറക്റ്റായിട്ടുള്ള എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കണം. പൈസ തരാനുള്ള രീതികൾ, അതിൻ്റെ ക്രെഡിറ്റ് പോളിസി എന്താണ്, ഇല്ല പെനാൽറ്റി ക്ലോസ് വയ്ക്കുക എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആണ്. പെനാൽറ്റി ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ പലപ്പോഴും സ്ഥാപനമൊക്കെ നമ്മൾ പല വർക്കുകൾ പലരെ ഏൽപ്പിക്കും, പല വെൻഡേഴ്സിനെയും. പലരും ചിലപ്പോൾ റേറ്റൊക്കെ കുറച്ച് കാണിച്ച് വർക്ക് എടുക്കും. പക്ഷേ അവസാനം നമുക്ക് പ്ലാൻ ചെയ്ത ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് പ്രവർത്തിക്കേണ്ട ദിവസമാകുമ്പോൾ പണി തീർക്കാതെ പാതി വഴിയിലിടുന്ന അവസ്ഥയുണ്ട്. ഇന്ന് വലിയ കമ്പനികളൊക്കെ ചെയ്യുന്ന കാര്യം എന്താ, ഓരോ ഡേറ്റ് വൈകി കഴിഞ്ഞാൽ പെനാൽറ്റി അടയ്ക്കേണ്ടി വരികയാണ്. അതായത് അത് നേരത്തെ എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്, ഇന്ന ദിവസം വർക്ക് തീർത്ത് തന്നില്ലെങ്കിൽ പെർ ഡേ ഇത്ര രൂപ പെനാൽറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സമയബന്ധിതമായിട്ട് വർക്ക് തീർക്കാൻ പറ്റും. പിന്നെ അതുപോലെ സെക്യൂരിറ്റി വാങ്ങി വയ്ക്കുന്നു, സെക്യൂരിറ്റി ചെക്കുകളോ കോഷൻ ഡെപ്പോസിറ്റായിട്ട് വാങ്ങുന്നത് വളരെ നന്നായിരിക്കും. ഇനി അഞ്ചാമത്തെ ലീഗൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ഇടമാണ് IPR, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ സ്വന്തമായ അവരുടെ ഇൻവെൻഷൻ, കണ്ടെത്തലുകൾ, അവരുടെ ഡിസൈൻ പാറ്റേണൊക്കെ മറ്റുള്ളവർ ഉപയോഗിക്കുന്നതിൽ നിന്ന് എങ്ങനെ തടയാം. കാരണം സാധാരണ സംഭവിക്കുന്നത് ബ്രാൻഡ് നെയിമുകൾ, ലോഗോ, ബ്രാൻഡിൻ്റെ മ്യൂസിക്, ബ്രാൻഡ് ജിങ്കിൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കോ സോങ്ങോ വീഡിയോയുടെയൊക്കെ കോപ്പി റൈറ്റ്, അല്ലെങ്കിൽ പുതിയ ഇൻവെൻഷൻ, പുതിയ കണ്ടെത്തൽ, പുതിയ സോഫ്റ്റ്വെയർ, പുതിയ മെഷീൻ്റെയൊക്കെയാണ് ഈ പാറ്റൻറ്റ്. ഇതൊക്കെ എടുത്തു വെച്ചില്ലെങ്കിൽ പലരും ഇത് ദുരുപയോഗം ചെയ്യാനും പല ആൾക്കാരും ഇതിൻ്റെ സമാനമായ മോഡലുകൾ മാർക്കറ്റിൽ ഇറക്കുന്ന സാഹചര്യമുണ്ട്. ഇവിടേക്കാണ് ലീഗൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനുള്ള ചാൻസ്. കാരണം നമ്മൾ വലിയ പണമൊക്കെ മുടക്കി പരസ്യമൊക്കെ ചെയ്തൊരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുമ്പോഴാണ് ഇതേ പേരിൽ വേറെ സ്ഥലത്ത് നമ്മുടെ ബ്രാഞ്ചാണെന്ന് തോന്നുന്ന രൂപത്തിൽ സ്ഥാപനങ്ങൾ ഉണ്ടായി വരുന്നത് കാണുന്നത്. അതുകൊണ്ട് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. നമ്മൾ നമ്മുടെ ട്രേഡ് മാർക്കും പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്യുക, കോപ്പി റൈറ്റ്, പാറ്റൻ്റ് ഒക്കെ സാധ്യതകൾ ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ അറ്റോർണീസ് ആയിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് അതിന് ലീഗലി സപ്പോർട്ട് തരാൻ പറ്റുന്ന ടീമിൽ നിന്ന്
സപ്പോർട്ട് എടുക്കുക. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ ഈ 5 കാര്യങ്ങളെ ഒന്നും കൂടെ സമ്മപ്പ് ചെയ്യുകയാണ്. ശരിക്കും ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ബിസിനസ്സിൻ്റെ ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ ഏത് തരം കമ്പനി തുടങ്ങണം, റൈറ്റ് ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ് കറക്റ്റായിട്ട് തന്നെ എംപ്ലോയീസുമായിട്ടും ഇൻവെസ്റ്റേഴ്സുമായിട്ടും അങ്ങനെയുള്ളവരൊക്കെ വെക്കുക. അതുപോലെ തന്നെ വെൻഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഡ്യൂ ഡെലിജൻസ് ചെയ്യുക, അവരുമായിട്ടും വ്യക്തമായ എഗ്രിമെൻറ്റുകൾ വെക്കുക, ലേബർ ലോകൾ ഭംഗിയായിട്ട് ഫോളോ ചെയ്യുക, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഭംഗിയായിട്ട് തന്നെ ഉപയോഗപ്രദമാക്കുക, അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് നീങ്ങുക. ബിസിനസ് ഫോക്കസ്ഡ് ആയിട്ട് തന്നെ, അതായത് ബിസിനസ്സിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാനും ബിസിനസ്സിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങണമെങ്കിലും ഇതുപോലുള്ള ഇങ്ങനെ വരുന്ന ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അകത്തൊക്കെ പെട്ടുപോയാൽ നമ്മുടെ അവസ്ഥ മാറിപ്പോകും. അതുകൊണ്ട് ലീഗൽ കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കി സമാധാനപരമായിട്ട് ബിസിനസ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക്